രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിലെ യുവതിയുടെ പരാതിയിലും മൊഴിയിലും വൈരുദ്ധ്യമെന്ന് കോടതി. രാഹുലിനെ കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കാൻ പ്രഥമദൃഷ്ട്യാ കഴിഞ്ഞില്ലെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. പരാതി നൽകുന്നതിലെ കാലതാമസവും പരാതി പോലീസിന് നൽകാതെ KPCC അധ്യക്ഷന് നൽകിയതും കോടതി ചൂണ്ടിക്കാട്ടി. ഹാജരാക്കിയ ചാറ്റുകൾ ആരോപണം തെളിയിക്കുന്നതല്ല. ക്രൂരബലാത്സംഗത്തിന് ശേഷവും വിവാഹത്തെക്കുറിച്ച് അതിജീവിത സംസാരിച്ചെന്നും ഉത്തരവിൽ. സിജോ ബി ജോൺ ചേർന്നു. സിജോ, എന്തൊക്കെയാണ് ജാമ്യ ഉത്തരവിലെ പരാമർശങ്ങൾ? ഈ ഉത്തരവിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ FIR-ൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അതോടൊപ്പം തന്നെ മൊഴിയിലെ വൈരുദ്ധ്യവും തന്നെയാണ്. ഈ KPCC പ്രസിഡന്റിന് കത്ത് നൽകിയതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ കത്ത് നൽകിയ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഭയം കാരണമാണ് ഇതുവരെ നിയമപരമായ നടപടികളിലേക്ക് പോകാത്തത് എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ ഈ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ഇവർ തമ്മിൽ ബന്ധം ഏർപ്പെട്ടതിനു ശേഷം അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷവും വിവാഹം ചെയ്യുന്നത് ഒരു വാഗ്ദാനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയോട് നൽകി. അതുകൊണ്ടാണ് പിന്നീട് കേസുമായി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ തയ്യാറാകാത്തത് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ പല കാര്യങ്ങളിലും ഇത്തരത്തിൽ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് എന്നുള്ളതാണ് ഈ കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്. പരാതി നൽകാൻ വൈകിയതും പ്രഥമദൃഷ്ട്യാ തെളിവില്ലാത്തതും ജാമ്യത്തിന് കാരണമായി കോടതി എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. പരാതി നൽകാൻ വൈകിയതിന് പല ഭാഷകളും ഉണ്ടെന്നുള്ളതാണ് ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹാജരാക്കിയ സാക്ഷികൾ ആരോപണം തെളിയിക്കാൻ പറ്റുന്നതല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്രൂരമായ ബലാത്സംഗത്തിന് ശേഷവും ഇവർ തമ്മിൽ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്നുള്ളൊരു കാര്യവും എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ കുറ്റകൃത്യമായി ബന്ധിപ്പിക്കാൻ പ്രഥമദൃഷ്ട്യാ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യവും കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്യപ്പെടുത്തുകയാണെങ്കിൽ 50,000 രൂപയുടെ 2 ആൾജാമ്യത്തിൽ വിട്ടയക്കണമെന്നുള്ള ഒരു കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇതിലെ വൈരുദ്ധ്യങ്ങൾ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശരി സിജോ.